സർ, നമ്മുടെ മാധ്യമങ്ങൾ ആരും അധികം ശ്രദ്ധിക്കാതെ തന്നെ പോയ ഒരു വാർത്തയുണ്ട്. ഇപ്പോൾ US കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു അവരുടെ ഔദ്യോഗിക ഏജൻസി, അതായത് വിവിധ രാജ്യങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഏജൻസിയാണെന്നാണ് അവകാശം. അത് പഠിച്ച് ഒരു പഠന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. സമർപ്പിച്ച പഠന റിപ്പോർട്ടിൽ ഭാരതത്തിനെതിരെ വലിയ പരാമർശങ്ങളാണുള്ളത്, വളരെ നിസ്സാരമായ പരാമർശങ്ങളാണ്. അപ്പോൾ അതായത് ഇന്ത്യയിലെ RSS നേതാക്കളുടെ സ്വത്ത് കണ്ടുകെട്ടണം, US അവരുടെ യാത്ര തടയണം, രാജ്യത്ത് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നു, മതപരിവർത്തനത്തിൻ്റെ ബില്ലുകൾ പല സംസ്ഥാനങ്ങളിൽ പാസ്സാക്കിയത് ഒന്നുകൂടി പരിശോധിക്കണം, നമ്മുടെ റോയെ പോലും അവർ വെറുതെ വിട്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഒരു ഹിഡൻ അജണ്ടയുടെ പുറത്ത് തയ്യാറാക്കപ്പെട്ടതാണോ എന്ന സംശയമുള്ളത് വളരെ വ്യക്തമായി തന്നെ സാർ വിശദമായി അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു ലക്ഷ്യം? അത് വന്നിരിക്കുന്നത് മാധ്യമം പത്രത്തിൻ്റെ എഡിറ്റോറിയലായിട്ടാണ്. എന്താണ് സാർ കാര്യങ്ങൾ? അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ കാര്യം തന്നെ മാധ്യമത്തിൽ ഇത്തരം ഒരു എഡിറ്റോറിയൽ എഴുതാനും പ്രസിദ്ധീകരിക്കാനും ഇന്ത്യയിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പത്രസ്വാതന്ത്ര്യം ഉണ്ടെന്ന് തന്നെയാണല്ലോ അർത്ഥം. അപ്പം നരേന്ദ്രമോദി പത്രസ്വാതന്ത്ര്യത്തിന് വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലായിരുന്നല്ലോ. അതവിടെ തന്നെ പാളി അല്ല, അതായത് ആദ്യത്തെ ആർഗ്യുമെൻ്റ് അതാണ്. അപ്പം മൗദൂദിക്ക് വന്ന് പത്രവും ചാനലും നടത്താനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലല്ല വേറെ ഏതെങ്കിലും രാജ്യത്ത് ശമ്പളം കൊടുക്കാതെ പിന്നെ അടുപ്പൂട്ടി ചർച്ച അത് നടത്താൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പം മതസ്വാതന്ത്ര്യം ഇന്ത്യയിലില്ല എന്ന് പറയുന്ന ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് മാധ്യമത്തിൻ്റെ പ്രവർത്തനം തന്നെ. അല്ലെങ്കിൽ അവർക്കിവിടെ പ്രവർത്തിക്കാൻ ഒക്കെ ഇല്ലല്ലോ. അപ്പോൾ അതാണ് നമ്പർ 1. പിന്നെ അവരുടെ ഇങ്ങനെ എഡിറ്റോറിയൽ എഴുതിയതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. ഇത്ര എഡിറ്റോറിയലാണല്ലോ അവർ എഴുതേണ്ടത്, അത് അവർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ എങ്ങനെ മോചിപ്പിക്കണമെന്നും ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നില്ല അവരുടെ ഒരു നില. അപ്പോൾ അതായിക്കോട്ടെ, മോചിപ്പിക്കാൻ പറ്റുമെങ്കിൽ അവർ മോചിപ്പിച്ചോട്ടെ, അതിനൊന്നും നമുക്ക് തർക്കമില്ലല്ലോ. അത് മോചിക്കണമെന്നാൽ സ്വയം മോചിക്കല്ലോ, മോചിപ്പിക്കണമെന്നല്ലേ. അത് മോചിപ്പിക്കാൻ അവർ ശ്രമിച്ചോട്ടെ, അത് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ. ഈ US കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്ന ഈ കമ്മീഷനെ നേതൃത്വം കൊടുക്കുന്ന 2 പാകിസ്ഥാനികളാണ്. ഇതാണ് ഞാൻ അറിഞ്ഞ കാര്യം, ഞാൻ പ്രാഥമികമായിട്ട് അറിഞ്ഞ കാര്യമാണ്. അമേരിക്കയിലുള്ളൊരു സുഹൃത്ത് പറഞ്ഞ കാര്യമാണ്. 2 പാകിസ്ഥാനികളാണ്. പിന്നെ ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല. കാരണം നരേന്ദ്രമോദിയുടെ ഓഫീസിൽ ഈ നല്ല വേസ്റ്റ് ബിൻ ഇരിപ്പുണ്ടല്ലോ. ഈ സായിപ്പ് കൊടുത്ത ഈ റിപ്പോർട്ട് ഇന്ത്യയിലോട്ട് വന്നാൽ വലിച്ചു കീറി കളയാനുള്ള സ്ഥലമുണ്ടല്ലോ. ഇനി 2 ഈ സായിപ്പിൻ്റെ റിപ്പോർട്ട്. സാറേ, ഗോദ്ര കലാപം നടന്നതിൻ്റെ പേരിൽ 2005 നരേന്ദ്രമോദിക്ക് ബ്രിട്ടനും അമേരിക്കയും വിസ നിഷേധിച്ചാണ് അല്ലേ? ഈ 2 രാജ്യങ്ങളും റെഡ് കാർപ്പറ്റ് വിരിച്ചല്ലേ നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്. അമേരിക്കൻ പ്രസിഡൻറ്റ് 4 പ്രാവശ്യം വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ പോയ ആളാണ് നരേന്ദ്രമോദി. ബ്രിട്ടനാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ യാതൊരു ഡ്യൂട്ടി ഇല്ലാതെ, നികുതിയില്ലാതെ ഇറക്കുമതി ചെയ്തോളം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ഇതൊരു തല്ലിപ്പൊളി കമ്മീഷനല്ലേ ഇത് കൊടുത്തിരിക്കുന്നത്. അവിടെ രാജ്യം ഭരിക്കുന്നവന് ഇന്ത്യയോടുള്ള മനോഭാവം എന്താണ്, അവൻ്റെ ഗതികേട് എന്താണ് ആലോചിച്ച് നോക്കണം. സാറേ, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് നമ്മൾ കരുതുന്ന പോലെയല്ല. അവരെ എല്ലായിടത്തും പിടിമുറുക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ അവർ പിടിമുറുക്കിയിരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളിലാണ്. അതിനകത്തെ കുറച്ച് കാലമായിട്ട് പത്തനാപുരത്തുകാരൻ നടത്തുന്ന ഒരു സോഷ്യൽ മീഡിയയുണ്ട്. കേരളത്തിലുള്ള എല്ലാ യൂട്യൂബ് ചാനലുകളും നടത്തുന്നതും കാശ് മുടക്കിയാണ് നടത്തിയത്. ഈ പത്തനാപുരം അച്ചായം ചെയ്തതെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ കാശ് മുടക്കി ഇയാൾ നടത്താൻ തുടങ്ങി. ഈ പണം പിരിക്കുന്നതിന് മുമ്പ് ഇയാൾ മോതിരകൂടായിരുന്നു. ഇയാൾ പണപ്പിരിവ് തുടങ്ങുന്നതിന് മുമ്പ് മോതിരകൂടായിരുന്നു. അപ്പോൾ പണം പിരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി എതിർക്കാൻ തുടങ്ങി. അപ്പോഴെല്ലാം ഡീപ് സ്റ്റേറ്റിലെ കാശ് വന്നു, എതിർക്കാൻ തുടങ്ങി. അയാൾ കുറേ കാലമായിട്ട് ഇത് എതിർക്കുന്നുണ്ട്. അയാൾ പറയുന്നത് ഇപ്പം തന്നെ ഇത് ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായി ഇന്ത്യ എന്നാണ്. ഒരു സ്വപ്നമാണെങ്കിൽ അയാളത് പറയുന്നുണ്ട്. ഇടയ്ക്കിടെ അയക്കും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇവിടെ. ഞാനിതാ പറഞ്ഞത്, ഒരുത്തനെ പണം പിരിച്ച് ചാനൽ നടത്തി തെറി പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. ഇതെല്ലാം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ കടുത്ത വിവേചനം നേരിടുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ്. എവിടെയാണ് വിവേചനം നേരിടുന്നത്? അത് നമ്മൾ നോക്കണ്ടേ. അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടന്നതിൽ ഒരു വിവേചനവുമില്ല. അവരുടെ ദേവാലയങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് വിവേചനമില്ല. അവർക്ക് ദേവാലയങ്ങളിൽ പോകുന്നതിന് വിവേചനമില്ല. മതപരമായ അവരുടെ സ്വാതന്ത്ര്യത്തെ ഒന്നും ഈ കഴിഞ്ഞ
പിന്നെ 2014 ശേഷം ഇപ്പോൾ 12 കൊല്ലമായി ഒരു നിയന്ത്രണവും ഈ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടില്ല. പിന്നെ എവിടെയാണ് ഇവർ വിവേചനം നേരിടുന്നത്? കാന്തപുരം ഇപ്പോൾ എടുത്ത് പറയുകയും ചെയ്തു. കാന്തപുരം മുസ്ലിയാർ പോയി നമ്മുടെ പിന്നെ മോദിയെ കണ്ടതല്ലേ, അദ്ദേഹം പറഞ്ഞല്ലോ ഇന്ത്യയിലെ പിന്നെ മുസ്ലിങ്ങൾ വളരെ സുരക്ഷിതരാണെന്ന്. അപ്പോൾ കാന്തപുരം മുസ്ലിയാർ, ഇവിടെ താമസിക്കുന്ന കാന്തപുരം മുസ്ലിയാർ പറയുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന്. അമേരിക്കയിലിരിക്കുന്ന ഏതോ അലവലാതി സാഹിബ് പറയുന്നു ഇവിടെ പിന്നെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ നല്ല കാര്യം. കാരണം ഇതൊക്കെ ചില അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ അസുഖത്തിൻ്റെ ലക്ഷണം നമ്മൾ കാണുമ്പോൾ ഈ അസുഖം ബാധിച്ച ആളുകൾ ഇന്ത്യയിലുണ്ട്. ഇവന്മാരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അത് സൂക്ഷിക്കേണ്ട ഗവൺമെൻറ് മാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയയും പൊതുസമൂഹത്തിൽ നിൽക്കുന്നവരും ഇത് സൂക്ഷിക്കേണ്ടതാണ്. ഇത്തരം ചില ദുർലക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഈ പിന്നെ പത്തനാപുരം ചാനൽ വന്ന കാര്യം. എങ്ങാണ്ട് ആരാണ്ട് പോയി ഒരു ഓപ്പറേഷനിലൂടെ ഒരു രാഷ്ട്രീയ നേതാവിനെ കുരുക്കിയതിൻ്റെ ക്രെഡിറ്റ് പുള്ളിയാവുണ്ട്. വേറെ ആണുങ്ങളാണ് ഇതൊക്കെ ചെയ്തത്. ഞാനും മുതലേമാച്ചനും കൂടെ കാളയെ പിടിച്ച് കുരങ്ങ് പറഞ്ഞ പോലെ, അങ്ങനെയാണല്ലോ കുരങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇത്തരം ചില കാര്യങ്ങളുമായിട്ട് ചില മാധ്യമങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഈ മാധ്യമങ്ങളുടെ ഹിഡൻ അജണ്ട ഇവിടെ നടക്കാതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഈ വാർത്ത ആരാണ്, എന്താണ്, ഈ മുതലാളിയുടെ താല്പര്യം എന്തോ, എഴുതിയ പത്രക്കാരൻ്റെ താല്പര്യം എന്താ, ഇവൻ ആരാണ്, ഇതൊക്കെ പറയാനുള്ള മീഡിയ ഇന്ത്യയിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ ശക്തമാകും. അതുകൊണ്ട് തന്നെ ഈ US കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്ന ഈ കമ്മീഷൻ ഔദ്യോഗിക കമ്മീഷനാണ്, അമേരിക്കയുടെ ഔദ്യോഗിക കമ്മീഷനാണ്. അതിനാ 2 പാകിസ്ഥാനികളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവൻ എഴുതിയ റിപ്പോർട്ടിന് എഴുതിയ കടലാസിൻ്റെ പോലും വില കിട്ടാൻ പോകുന്നില്ല. ഇനി അവൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം RSSനെ നിരോധിക്കണം. RSSനെ അമേരിക്ക നിരോധിച്ചോട്ടു. അമേരിക്കയിൽ RSSനെ നിരോധിക്കാൻ നമുക്കെന്തോ അഭിപ്രായ വ്യത്യാസം? RSSനെ ഇന്ത്യ നിരോധിക്കണമെന്ന് സാഹിബ് വിചാരിച്ചാൽ പറ്റൂ? RSSനെ നിരോധിച്ചതല്ലേ നേരത്തെ? ഇന്ദിരാഗാന്ധി നിരോധിച്ചില്ലേ? ജവഹർലാൽ നെഹ്റു നിരോധിച്ചില്ലേ? നിരോധിച്ച ജവഹർലാൽ നെഹ്റു തന്നെയല്ലേ 1963 നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിലെ RSSൻ്റെ സ്വയം സേവകരെ ഉൾപ്പെടുത്തിയത്. 64 നെഹ്റു മരിച്ചത് അല്ലേ? അപ്പോൾ RSSനെ നിരോധിക്കണമെന്നുള്ള അവൻ്റെ സ്വപ്നത്തിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, RSS നേതാക്കളുടെ സ്വത്ത് മരവിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇവന് RSSനെ കുറിച്ച് അറിയത്തേയില്ല. ഈ RSS നേതാക്കന്മാർക്ക് അങ്ങനെ സ്വകാര്യ സ്വത്തുക്കളില്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇല്ല. ഇവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ് CPM നേതാക്കന്മാരെ പോലെ സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരാണെന്നാണ് ഇവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. അവർക്ക് ഇവിടെ തന്നെ കാര്യമായ സ്വത്തുക്കളൊന്നുമില്ല. അവർക്ക് അവിടെ പരമ്പരാഗതമായി കിട്ടിയ സ്വത്തല്ലാതെ സ്വത്തുക്കളില്ല. പ്രമുഖരായ നേതാക്കന്മാരൊക്കെ അവിവാഹിതരാണ്. അവർക്ക് ബാങ്ക് ബാലൻസ് പോലും ഇല്ല. സംഘം കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അവർ ജീവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പുറത്തുനിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേറൊരു വലിയൊരു കാര്യമുണ്ട്. ആയുധ വിൽപ്പനയും വ്യാപാര നയങ്ങളെയും നമ്മൾ നിയന്ത്രിക്കണം. എന്നാൽ ഇന്ത്യ ഏതെങ്കിലും രാജ്യത്തിന് ആയുധം വിൽക്കുന്നുണ്ടെങ്കിൽ അത് തടയാൻ നോക്കണം. ഇന്ത്യയും അമേരിക്കയുള്ള വ്യാപാരങ്ങൾ അതും നിയന്ത്രിക്കണം. ഇന്ത്യയെ പിന്നെ സാമ്പത്തികമായി നിയന്ത്രിക്കണം. ഇവൻ ഏതോ വിക്ഷണ ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്കറിഞ്ഞില്ല. ഏറ്റവും നല്ല കാര്യം എന്നല്ലേ, ഇന്ത്യ ഇപ്പോൾ ആയുധങ്ങൾ അങ്ങോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക. അതെ, ഇന്ത്യയുടെ ആയുധത്തിന് ബ്രഹ്മോസ് മിസൈലിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഗ്രീസും വേറെ തൊട്ടടുത്ത് നമ്മുടെ പിന്നെ ടർക്കിയുടെ അടുത്തുള്ള ഒരു പിന്നെ രാജ്യം ഉണ്ടായിരുന്നല്ലോ, വെനിസ്വേലയാണോ, ഗ്രീസ് ആയുധങ്ങൾ വാങ്ങും. നമ്മുടെ ആയുധങ്ങൾ ബ്രഹ്മോസ് മിസൈൽ വാങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ബ്രഹ്മോസ് മിസൈലിന് ഗൾഫ് രാജ്യങ്ങളിൽ പോലും വലിയ ഡിമാൻഡാണ്. നമ്മളിത് അങ്ങോട്ട് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ബങ്കർ ബസ്റ്റർ പിന്നെ മിസൈലായിരുന്നു. അമേരിക്ക ഉണ്ടാക്കിയതിൻ്റെ 4 ചെലവിൽ സുദർശന ചക്ര എങ്ങനെയാണ് ബങ്കർ തകർക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇന്ത്യക്കാരൻ. അപ്പം ആയുധ വിൽപ്പനയുടെ കാര്യം അതായാലും വ്യാപാര നയം, ട്രംപ് വ്യാപാരം നമ്മുടെ പിന്നെ തീരുവ ഏർപ്പെടുത്തിയില്ലേ, 25% പിഴ പോലും ചുമത്തി. ഇപ്പം അതങ്ങനെ 18%-15% വരുന്നത്. സാർ, അമേരിക്ക ഇത് ഏർപ്പെടുത്തിയപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ബ്രിട്ടനുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു, ഫ്രാൻസുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു, പിന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു. ഇന്ത്യ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിലുമായിട്ട് കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ അമേരിക്കയുടെ പിന്നെ ഈ നിരോധനം കൊണ്ടൊരു ചെറിയ നഷ്ടത്തിനപ്പുറത്ത് വല്ലതും സംഭവിച്ചു. അമേരിക്ക ഇത് നിരോധിച്ചതിന് ശേഷമല്ലയോ നമ്മുടെ GDP കൂടുതൽ പിന്നെയും വളർന്നത്. അപ്പോൾ ഈയിടെ വ്യാപാര നിരോധനം കൊണ്ടെന്നാണ് ഇവിടെ സംഭവിച്ചത്. ഇന്നൊരു പക്ഷേ സാറൊരു കാര്യം വാർത്ത ശ്രദ്ധയപ്പെട്ടിരിക്കും. ഇന്ന് രാവിലെ ട്രംപ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ നാറ്റോയ്ക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്.
ഈ ഹോർമൂസ് കടലിടുക്ക് തടയാൻ അമേരിക്ക അതെ, അതെ, ശ്രമിക്കുമ്പോൾ നാറ്റോ സഖ്യരാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം നിൽക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നാറ്റോയോട് പോലും അമേരിക്കയുടെ കൂടെ ഇല്ല. ഇപ്പോൾ ഇറാനിൽ കൊണ്ടുപോയി അവൻ തല കൊടുത്തിരിക്കുകയാണ് അമേരിക്ക. അവിടാണല്ലോ ഈ ഇൻ്റർനാഷണൽ റിലീജിയസ് പീരീഡ് സംരക്ഷിക്കാനുള്ള മഹാരഥന്മാരുള്ള സ്ഥലമില്ല അമേരിക്ക. അവിടുന്ന് തലയൂരുന്ന എങ്ങനെയാണെന്ന് അവൻ്റെ പ്രശ്നം ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. ഇറാനിൽ കൊണ്ട് ബോംബിടാമെന്നുള്ളതല്ലാതെ ഇറാനിൽ കരയുദ്ധം തുടങ്ങാൻ അവർക്കൊക്കില്ല. കരയുദ്ധം തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും അമേരിക്ക പരാജയപ്പെട്ടിട്ടുണ്ട്. വിയറ്റ്നാമിൽ പരാജയപ്പെട്ടു, അഫ്ഗാനിസ്ഥാനിൽ പരാജയപ്പെട്ടു. ഇറാനിൽ ഇറങ്ങിയ ആ നിമിഷം ഇറാൻകാവന്മാരെ വരെ കൊന്നുകളയും. ആകാശത്ത് നിന്നുള്ള കളിയല്ലാതെ അമേരിക്കയ്ക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. പിന്നെ ഇടയ്ക്ക് ചില അന്തർദേശീയ നിരീക്ഷകർ പറയുന്ന അമേരിക്കയ്ക്ക് നിവൃത്തിയില്ലെങ്കിൽ അമേരിക്ക അണുബോംബ് പോലും അവിടെ പ്രയോഗിക്കും ഇറാനിലെന്നാണ്. അങ്ങനെ പ്രയോഗിച്ച പിന്നെ അമേരിക്കയുടെ നിലനിൽപ്പെന്താ സാറൊന്ന് ആലോചിക്കണം. അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ബിൻ ലാദൻ താലിബാൻ തകർത്തത് $30 മുടക്കി അതിൻ്റെ വെച്ച് പരിശീലനം നടത്തിയിട്ട് പൈലറ്റുമാരെ പരിശീലിപ്പിക്കാൻ $30 കൊടുത്ത് വാങ്ങിച്ച 2 CD വെച്ചാണ് പരിശീലിപ്പിച്ചത്. പൈലറ്റുമാരെ അല്ല അവർ പൈലറ്റുമാരെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ ഈ അമേരിക്ക ഈ അണുബോംബ് ഉണ്ടാക്കി വെച്ച അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറേ? ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഈ കമ്മീഷൻ ഓൺ റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്ന ഈ കമ്മീഷന് ഒരർത്ഥവുമില്ല. പിന്നെ ഒരു തമാശയ്ക്ക് അപ്പുറത്ത് ഇതിൻ്റെ റിപ്പോർട്ടിന് ഇതൊരു തമാശയാണ് സാർ. ഇംഗ്ലീഷ് ഇടയ്ക്ക് സംശയിച്ചു സാർ, ഒരു റിപ്പോർട്ട് ഇത്തരത്തിലൊരു ഇതിൻ്റെ ഒരു ഔദ്യോഗിക സംഘടന ഏജൻസിയാണെന്ന് ഇരിക്കട്ടെ. ഒരു ഔദ്യോഗിക ഏജൻസി ഇത്തരത്തിൽ ലോകരാജ്യങ്ങളിലെ ഇത്തരത്തിലുള്ള മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു റിപ്പോർട്ടിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് അതിൻ്റെ സോഴ്സുകൾ വെളിപ്പെടുത്തലാണ്. അതാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇത് സോഴ്സുകളിലാണ് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് തട്ടിയത്. ആ സോഴ്സുകളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ സോഴ്സുകൾ വെളിപ്പെടുത്താത്തോളം കാലം ഇതിനുള്ളിൽ നിന്ന്, നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ഇത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച ആൾക്കാർ, രാജ്യദ്രോഹികൾ ഇതിനകത്ത് തന്നെയുണ്ട്. സാറേ, ഇന്ത്യയിൽ രാജ്യദ്രോഹികൾ ധാരാളമുണ്ട്. രാജ്യദ്രോഹികൾ ഒരുപാടുള്ള രാജ്യമാണ് ഇന്ത്യ. അതിൽ സോഴ്സ് എന്ന് പറയുമ്പോഴേ അവർ 2-3 സോഴ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പൗരത്വ ഭേദഗതി നിയമമാണ്, അതൊരു സോഴ്സാണ്. അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇങ്ങോട്ട് വരാൻ നുഴഞ്ഞുകയറ്റക്കാർക്ക് പൗരാവകാശം കൊടുക്കണമെന്നാണ് പറയുന്നത്, കൊടുക്കണ്ടെന്നല്ല. അവിടുത്തെ മതപീഡനം സഹിച്ച് ഇങ്ങോട്ട് വന്ന ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും പാഴ്സിക്കും അതുപോലെ തന്നെ ബുദ്ധമതക്കാരനും ജൈനമതക്കാരനും ഒക്കെ ഇവിടെ പൗരത്വം കൊടുക്കണമെന്നാണ് പറയുന്നത്. മതപീഡനം പേടിച്ച് വരുന്നത് അവിടെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ അല്ലെങ്കിൽ ഭരിക്കുന്ന ഭൂരിപക്ഷത്തിൻ്റെ മതപീഡനമല്ലേ വരുന്നത്. അല്ല, അവർ പരസ്പരം പീഡിപ്പിക്കുന്നതിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യാനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അതാണ് പൗരത്വ ഭേദഗതി നിയമമാണ് അവർ പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം മതപരിവർത്തന നിരോധന നിയമമാണ്. സാറേ, ബേസിക്കായിട്ടുള്ള പ്രശ്നം അവിടാണിത്. മതപരിവർത്തന നിരോധന നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ തുടങ്ങിയത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. അവർക്ക് ഇവിടെ ആവശ്യം വേണ്ടി വരുന്നത് വിദേശത്തു നിന്ന് ഫണ്ട് കൊണ്ടുവന്ന് ഇവിടെ വന്ന് മതപരിവർത്തനം നടത്തണം. അതാണ് ഇവരുടെ അജണ്ട. അത് നടത്താൻ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ നിരോധനമാണ് ഇവരെ പ്രകോപിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം വഖഫ് നിയമമാണ്. ഇവർ സോഴ്സ് എന്നുള്ള മട്ടിൽ അവർ ചില കാര്യങ്ങൾ പറയുന്നു. പിന്നൊരു കാര്യം പറയുന്നുണ്ട്, ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്ത ഉമർ ഖാലിദിനെ ജയിലിലടച്ചു. അത് നേരിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അവർ പറയുന്ന കാര്യം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയുടെ വളർച്ചയിൽ അവർ പ്രകോപിതരാണ്. ഏത് മാർഗ്ഗം ഉപയോഗിച്ചും ഇന്ത്യയുടെ വളർച്ച തടയണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ വളർച്ച മാത്രമല്ല, ഈ ഒരു സംസ്കാരത്തെ തന്നെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ സംസ്കാരം തകർക്കണമെങ്കിൽ മതപരിവർത്തന സ്വാതന്ത്ര്യം അവർക്കുണ്ടാകണം. ഇവാഞ്ചലിസ്റ്റുകൾക്ക് ഇവിടെ വന്ന് ആദ്യം അവർക്ക് മതപരിവർത്തനം നടത്താൻ അവസരം കിട്ടണം. അവരെ പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം, അവരെ സായിപ്പന്മാരാക്കണം, അവസാനം ഇതൊരു അമേരിക്കൻ കോളനിയാക്കണം. ഇത് തൽക്കാലം നടക്കില്ല എന്നുള്ളതാണ് ഈ കമ്മീഷനെ പ്രകോപിപ്പിച്ച കാര്യം. ഈ കമ്മീഷന് നേതൃത്വം കൊടുക്കുന്ന 2 പാകിസ്ഥാനി പൗരന്മാരെയും പ്രകോപിപ്പിച്ചത് ഇതാണ്. ഇത് ഇന്ത്യയിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്? ഇതിനകത്ത് നമ്മുടെ മാധ്യമങ്ങൾ പോലും തള്ളിക്കളഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, അത്ര അൺഇമ്പോർട്ടൻ്റ് ആണ് പാസ്പോർട്ട്. മാത്രമല്ല സാർ, ഇതിനകത്ത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ അത് മാത്രമല്ല 2 കാര്യങ്ങളാണ് വാസ്തവത്തിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ട തോന്നുന്നത്. ഇന്ത്യയിൽ സുസ്ഥിരമായ ഒരു ഭരണകൂടം വരുന്നത്, അതും വിശേഷിച്ച് നാളിതുവരെ ഇല്ലാതിരുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ഉള്ള, അത് രാജ്യസ്നേഹത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ സ്ഥിരമായി ഭരിക്കാൻ നിൽക്കുന്നു എന്നുള്ളത് വലിയ വിഷയമാണ്. 5 വർഷം കഴിഞ്ഞ് തോറ്റു പോയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം വരില്ല.
ഇത് ഇനിയും ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും ഇത് ഇറങ്ങിപ്പോകുന്ന ലക്ഷണമില്ല എന്നും കൂടി അറിയുമ്പോഴാണ് ഈ ബേജാറ് വരുന്നത്. അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലല്ലേ ഇത്? അത് സാറേ, ഇത് ഈ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ കുറേ കാലമായിട്ട് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. ഈ കമ്മീഷൻ്റെ വേറൊരു രൂപമാണ് അതെ ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ഇവിടെ സകല ആയുധങ്ങളും നമ്മുടെ രാജ്യത്തിനെതിരെ പ്രയോഗിച്ച് നോക്കി. ഇവിടെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു ഹിന്ദുത്വ വികാരം അതിശക്തമായി ഉണർന്നു കഴിഞ്ഞു. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അല്ല, ഏത് ഡീപ് സ്റ്റേറ്റ് വിചാരിച്ചാലും ഇന്ത്യയിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റില്ല. അതവന് മനസ്സിലായി. അപ്പോൾ പിന്നെ ചെയ്യാൻ ഒക്കുന്നൊരു കാര്യം, അന്തർദേശീയമായിട്ട് ഈ രാജ്യത്തെ അപമാനിക്കാം എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അന്തർദേശീയമായിട്ട് ഇന്ത്യയെ അപമാനിക്കാൻ എങ്ങനെ? ഇവിടെ ഈ നിയമങ്ങളൊക്കെ പറയുമ്പോഴും സനാതനധർമ്മം ലോകത്ത് മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അടിച്ചേൽപ്പിക്കുകയല്ല. ഒരു സായിപ്പിനെയും കാശ് കൊടുത്ത് മതപരിവർത്തനം നമ്മൾ നടത്തുന്നില്ലല്ലോ. അപ്പോൾ അമൃതാനന്ദമയി പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള സായിപ്പന്മാർ കൂടുന്നു, അവർ കാശ് കൊടുത്താണോ വരുന്നത്. അതുപോലെ തന്നെ പിന്നെ ശ്രീ രവിശങ്കർ, അദ്ദേഹം വിദേശ പര്യടനത്തിൽ പോയി സുദർശന ക്രിയ പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത്. പിന്നെ ഒരുപാട് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ സുദർശനക്രിയ പഠിക്കാനായിട്ട് ആളുകൾ നിൽക്കുകയാണ്. ഇവരെല്ലാം ഇന്ത്യയിലേക്ക് ഈ ആത്മീയത തേടി ഇന്ത്യയിലോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇവർക്ക് പണം കൊടുത്തല്ലല്ലോ ചെയ്യുന്നത്, അവരെ ബ്രെയിൻ വാഷ് ചെയ്തുമല്ലല്ലോ ചെയ്യുന്നത്. അല്ല, അമേരിക്കന്മാവും ചിലർ പൈസയും കൊടുത്ത് ഏതെങ്കിലും പിന്നെ നദിയെ കൊണ്ടുപോയി മുക്കി നീ ഹിന്ദുവായി എന്ന് പറയുന്നൊരു പരിപാടി ഇവർക്കില്ലല്ലോ. അപ്പം അത്തരം പരിപാടികൾ യഥേഷ്ടം നടത്താൻ ഇന്ത്യയിലെ അനുവാദം കൊടുക്കണം എന്നുള്ള സായിപ്പിൻ്റെ അത്യാഗ്രഹത്തിൻ്റെ പ്രകടനമാണ് ഇത് വന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മീഡിയകളൊക്കെ ഇത് തള്ളിക്കളഞ്ഞത്. ഇനി ഇത് എടുത്താൽ പോലും കാര്യമായൊരു പ്രതികരണം അതായത് മറ്റൊരു രാജ്യത്തും ഇവർക്ക് നടക്കാത്ത കാര്യങ്ങൾ ഇന്ത്യയിൽ നടത്താൻ അനുവദിക്കണം. സാറേ, ജനസംഖ്യ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും. ചൈനയിൽ ഈ വെള്ളത്തിലും കൊണ്ട് ചെന്നാൽ അപ്പോഴേ പിടിച്ച് ജയിലിടും, പിന്നെ ഇവൻ്റെ വെളിച്ചം കാണത്തില്ല. അപ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യം ഉള്ളതുകൊണ്ടും സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടും ഈ രാജ്യത്തെ തകർക്കാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് നടത്തുന്ന ശ്രമങ്ങളിൽ അവസാനത്തേതാണ് ഇത് വരുന്നത്. പക്ഷേ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അടങ്ങിയിരിക്കില്ല. മറ്റ് പല മാർഗങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് അവർ ശ്രമം തുടർന്നുകൊണ്ടിരിക്കും. ഇത്തരം റിപ്പോർട്ടുകൾ കാണാം. ഇതിൻ്റെ പ്രതിഫലനം ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പാർട്ടികളിൽ കാണാം, ചില മതസംഘടനകളിൽ കാണാം, ചില പത്രമാധ്യമങ്ങളിൽ കാണാം, ദൃശ്യമാധ്യമങ്ങളിൽ കാണാം. ഈ യുദ്ധം അവർ തുറന്നുകൊണ്ടിരിക്കും. ഈ യുദ്ധത്തിനെ നേരിടാനുള്ള ശേഷിയും ശേമുഷിയും ഇന്ത്യൻ പൊതുസമൂഹം നേടിക്കഴിഞ്ഞു. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.